ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ മെറ്റീരിയലൊക്കെ കസ്റ്റമർ തന്നെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും ഒരേ മോഡൽ തന്നെയായിട്ടുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണി ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇതേപോലെ ഫ്രണ്ട് പോർഷൻ വെക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ എന്നിട്ട് അതുപോലെ നമ്മൾ ഫസ്റ്റ് ഷോൾഡർ 7 ഇഞ്ച് 7.5 ഇഞ്ച് ഷോൾഡർ അത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം താഴേക്കും ആ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ചെസ്റ്റ് എനിക്ക് 10.5 വേണ്ട, അതിൻ്റെ കൂടെ 10.5 മാർക്ക് ചെയ്യുക, എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നീട് വേസ്റ്റ് ലെങ്ത് നോക്കുക, ആ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ വേസ്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഷേപ്പ് 8.5 9 അങ്ങനെയുള്ള വരുന്നത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചില്ലേ, അപ്പോൾ അത് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. അതേപോലെ തന്നെ താഴെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ യോജിപ്പിക്കുക. നമ്മൾ കണ്ടുപിടിച്ച അളവുകളൊക്കെ ഇതുപോലെ യോജിപ്പിക്കുക. പിന്നെ ആം റൗണ്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ യോക്ക് പോർഷനൊക്കെ കട്ടിങ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വരച്ചിട്ടുള്ള ആ ഭാഗത്ത് കൂടെ ഒക്കെ കട്ട് ചെയ്തെടുക്കുക ചെയ്യണത്. അപ്പോൾ നെക്ക് ഇതിലല്ല, നെക്ക് ഞാൻ സെപ്പറേറ്റ് ഒരു ക്യാൻവാസിലാണ് കേട്ടോ നെക്ക് ചെയ്യണത്. വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ക്യാൻവാസിൽ വെട്ടിയിട്ടാണ് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷനിൽ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ മോൾ ഭാഗത്ത് നെക്കിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഓരോ ഞോച്ചിട്ട് കൊടുക്കുക കേട്ടോ, നമുക്ക് സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഇതുപോലെ 4 ആക്കിയിട്ട് തന്നെ മെറ്റീരിയൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുക. ഫുൾ സ്ലീവ് ആയിരുന്നു, അപ്പോൾ ലൈനിങ് ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ യോക്ക് പോർഷനും ഇതൊക്കെ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്ലീവിൻ്റെ അടി ലൂസ് എത്രയാണോ, അടിഭാഗത്തെ വിഡ്ത്ത് എത്ര മേടിച്ച് അത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് സ്ലീവിൻ്റെ ആം റൗണ്ടിൻ്റെ ആ ഒരു അളവ് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കുക മുകൾ ഭാഗത്ത്. അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ലീവ് നമുക്ക് വരച്ച അതൊരു ഇത് കൂടെ സ്ലീവും കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു പീസിന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിലേക്ക് അടിഭാഗത്തുള്ള ആ വർക്ക് പീസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോർഡർ പീസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവ് ഫസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയായിട്ട് ചെയ്യണം. മെറ്റീരിയലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യണം കേട്ടോ. കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്യണമെന്നില്ല, ഒരു ഏകദേശം ഒരു ലെവൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. സ്ലീവ് കട്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ മുകളിലത്തെ യോക്ക് പോർഷൻ ചെയ്യണത്. അപ്പോൾ ബാലൻസ് ഉള്ള പീസിൻ്റെ മുകളിൽ ഇതേപോലെ യോക്ക് ലൈനിങ്ങിൽ നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയായിട്ട് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് അതിന് മുകളിൽ വെച്ച് അടിച്ചതിന് ശേഷമായിട്ട് കറക്റ്റ് ഷേപ്പിലേക്ക് അത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു അളവിൽ അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക ചെയ്യണത് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യണം കേട്ടോ. പിന്നെ ഇത് പ്ലീറ്റ്സ് ആയ കാരണം സിമ്പിളായിട്ട് ചെയ്യാം. കാരണം യോക്ക് പോർഷൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം പ്ലീറ്റ്സ് അല്ലേ. പിന്നെ അടിഭാഗത്തേക്ക് സ്കേർട്ട് പോർഷന് വേണ്ടത് ഇതേപോലെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ 8 പീസൊക്കെ ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നീളനെ. പിന്നെ ഒന്നുമില്ല, അടിഭാഗത്ത് നിന്ന് നമ്മൾ കറക്റ്റ് നീളം എത്രയാണോ സ്കേർട്ട് പോർഷന് നീളം വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടിട്ട് ചെയ്യണത്. നമുക്ക് താഴെ നിന്നാണ് ലെങ്ത്ത്, കാരണം താഴെയല്ലേ വർക്ക് പീസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ലെങ്ത്ത് സ്കേർട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. സ്കേർട്ട് ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് നിന്ന് യോക്ക് ലെങ്ത്ത് നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്കേർട്ട് ലെങ്ത്ത് കിട്ടും. ആ ഒരു ലെങ്ത്തിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ സ്കേർട്ടും ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യുക. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 2-3 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അതിലേക്കുള്ള ലൈനിങ്ങാണ് ബാലൻസ് പീസ് ഫുള്ളായിട്ട് എടുത്തിട്ട് പ്ലീറ്റ്സ് ഇടുന്നതായ കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നുള്ളത് നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ടോ അത്രയും മെറ്റീരിയൽ എടുക്കുക. ഇതേപോലെ 4 ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് 4 8 പീസാക്കിയിട്ട് മടക്കിയിടുക. എന്നിട്ട് കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു ഭാഗം മടങ്ങിയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം
രണ്ട് പീസാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്ലീവ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് സ്ലീവിൻ്റെ ലൈൻ ക്ലോത്ത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചിട്ട് സ്ലീവ് ആ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 4 പോറ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. മെയിൻ ക്ലോത്തിൻ്റെ പൊട്ടവശത്ത് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് വെച്ചടിക്കില്ലേ, അപ്പോൾ അതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതേപോലെ തന്നെ സ്കേർട്ട് പോർഷൻ ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് അതും റെഡിയാക്കി എടുക്കുക. ലൈനിങ്ങിലും അതേപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്, കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ യോക്കിൻ്റെ റൗണ്ടില്ലേ, വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് ആ ഒരു റൗണ്ടിലേക്ക് എത്തിക്കുക കേട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ യോക്ക് പോർഷൻ ചെയ്യണത് ഇതേപോലെ ലൈനിങ് പീസ് മെറ്റീരിയലിൻ്റെ പൊട്ടവശത്ത് വെക്കുക. അതായത് മെയിൻ ക്ലോത്തിൻ്റെ പൊട്ടവശത്ത് ഇതേപോലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ 4 പുറം ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് ആ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് കളയുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ നെക്ക് വീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് നമ്മൾ നെക്ക് വെച്ചിട്ട് മറിച്ചടിക്കുക ചെയ്യണത് കേട്ടോ. പൊട്ടവശത്തേക്ക് മറിച്ചടിക്കുക ചെയ്യണത്. അതേപോലെ തന്നെ ബാക്ക് സൈഡും അങ്ങനെ തന്നെ. ബാക്ക് സൈഡ് സിപ്പ് വെക്കാനുള്ള കാരണം കൊണ്ട് 2 പീസ് ഉണ്ടാവുക. പക്ഷേ ആ 2 പീസ് നമ്മൾ അടിച്ചിട്ട് മറിക്കുക നല്ലത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. എനിക്ക് ഒരുപാട് തവണ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ആ നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതാ യോക്ക് പോർഷൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തു, സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിൽ സിബും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഒരുപാട് ലെങ്ത്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിന് ശേഷം യോക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മളെ യോക്കിൻ്റെ നല്ല വശം അതുപോലെ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ല, ഒരു പീസ് ഇതേപോലെ വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ലൈനിങ്ങും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുകട്ടോ ചെയ്യണത്. അതിന് ശേഷം പിന്നെ ഒന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് സൈഡ് കൂട്ടുക കേട്ടോ. പിന്നെ അടിഭാഗം ഒന്നും മടക്കിയടിക്കുകയല്ല, ലൈനിങ് മാത്രം മടക്കിയടിക്കുക ഉണ്ടാവും. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്.